അതുപോലെ ലോകക്രമങ്ങൾ മാറുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഒരുപക്ഷെ വളരെ സുപ്പീരിയർ ആയിരിക്കും എന്നുള്ള ഭയം. ആളുകളുടെ പേര് ചോദിച്ചും ജാതി ചോദിച്ചുമാണ് വധിച്ചിട്ടുള്ളത്. ആർക്കൊക്കെ വെള്ളം കിട്ടാതെ വരും, നമുക്ക് തന്നെ വെള്ളം കിട്ടാതെ വരും, ഇതൊക്കെ പണ്ടും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഫോറിനേഴ്സിനെയും ടൂറിസ്റ്റിനെയാണ്. നമസ്കാരം. ഇന്ത്യ ജലം നൽകിയില്ല എങ്കിൽ യുദ്ധമല്ലാതെ മറ്റൊരു വഴിയില്ല എന്നും ആണവ യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വരും എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ആയിരിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുന്നത് ഇന്ത്യയുടെ മുൻ അംബാസഡറും നയതന്ത്ര വിദഗ്ധൻ കൂടിയായ ശ്രീ TP ശ്രീനിവാസനാണ്. സാർ, ഇന്ത്യ വെള്ളം നൽകിയില്ല എങ്കിൽ യുദ്ധമല്ലാതെ മറ്റ് രക്ഷയില്ല, ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ നോക്കിക്കാണും? അല്ല, ഇതൊരു വളരെ വിഷമകരമായൊരു കാലഘട്ടമാണ് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻഷിപ്പിൽ. മുമ്പ് ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇന്ത്യ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. കാരണം അത്ര ക്രൂരമായ ഒരു ആക്രമണമാണ് ഇത്തവണ ഉണ്ടായത്. വളരെ ഭീകരമായൊരു ആക്രമണം തന്നെയാണ്. അത് കുറേ നാൾ കഴിഞ്ഞായതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഇഫക്റ്റ് ഒരു മൊറാലിനും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ ഒരുമാതിരി ഒരു ലോ ലെവലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ മാറി വരുന്ന ലോകക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ ഒരു എഗ്രിമെൻറ്റിൽ എത്താനുള്ള ഒരു ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ മുമ്പുള്ളതിനേക്കാളും ശക്തമായിട്ടാണ് ഇതിന് പ്രതികരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ക്രൂവൽറ്റി എന്നുള്ളതാണ്. പിന്നെ അത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഫോറിനേഴ്സിനെയും ടൂറിസ്റ്റിനെയാണ്. അത് വളരെ നഗ്നമായി തന്നെ കമ്മ്യൂണലാണ്. ആളുകളുടെ പേര് ചോദിച്ചും ജാതി ചോദിച്ചുമാണ് വധിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു 26 പേരെന്ന് പറയുമ്പോൾ വലുതായിട്ട് തോന്നില്ലെങ്കിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ ചരിത്രത്തിലൊരു വളരെ ഭീകരമായൊരു മുഹൂർത്തമാണിതിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അതിനോട് വളരെ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പണ്ടും ഈ പാകിസ്ഥാൻ്റെ ഇന്ത്യ ബന്ധങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മളെപ്പോഴും ഈ ഇൻഡസ് ട്രീറ്റിയെ പറ്റി സംസാരിക്കാറുണ്ട്. ഇതെന്തുകൊണ്ട് നമ്മൾ പിന്നൊഴിച്ചുകൂടാ? കാരണം അതിലൊരുപാട് കൺസെഷൻസ് നമ്മൾ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. നമുക്കുള്ളതിനേക്കാളും ഗുണം അവർക്കാണ്. പക്ഷേ അതേസമയം തന്നെ അത് ഫ്രീസ് ചെയ്യുകയോ അത് ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടാകുന്നുള്ളതുകൊണ്ട് അത് ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ ഇത് സംഭവിച്ചപ്പോൾ ഒരു മിലിറ്ററി അറ്റാക്കിന് പുറകിൽ അതിന് മുമ്പ് ചെയ്യാവുന്ന ഒരു കാര്യം ഇൻഡസ് ട്രീറ്റി ആണെന്നാണ് നമ്മുടെ ഗവൺമെൻറ് തീരുമാനത്തിലെത്തിയത്. അതനുസരിച്ചാണ് ഇത് ഫ്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള ഒരു നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ് ഇപ്പോഴും അറിയില്ല. ഇതൊരിക്കലും ട്രൈ ചെയ്തിട്ടുള്ള കാര്യമല്ല. മറ്റ് മെഷേഴ്സ് പോലെ അല്ല. ആർക്കൊക്കെ വെള്ളം കിട്ടാതെ വരും, നമുക്ക് തന്നെ വെള്ളം കിട്ടാതെ വരും, ഇതൊക്കെ പണ്ടും ചർച്ചയുണ്ട്. പലതവണയും ഞാൻ തന്നെ ഡൽഹിയിലുള്ളപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ പലപ്പോഴും കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴെല്ലാം രണ്ട് കൂട്ടരും വിചാരിച്ചത് അത് ആവശ്യമില്ലാത്തതാണ്, അല്ലെങ്കിൽ അത് കൂടുതൽ ജനങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാക്കും എന്നൊക്കെയുള്ള തരത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ നമ്മളിത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നാച്ചുറലി അവർക്കും റിയാക്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് അവരിപ്പോൾ സിംല അഗ്രിമെൻറ്റ് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത്. അത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. നോ സിംല അഗ്രിമെൻറ്റ് ആസ് സച്ച് എനിവേ. 72 സൈൻ ചെയ്തെങ്കിൽ പോലും പാകിസ്ഥാൻ ഒരിക്കലും അതിനെ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ സിംല അഗ്രിമെൻ്റ് എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴും ഒരു ഡോക്യുമെൻ്റായിട്ടിരിക്കുന്നതല്ലാതെ അതിൻ്റെ ബേസിക്കായിട്ടുള്ള പർപ്പസ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ യുദ്ധമെല്ലാം അവസാനിപ്പിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ LOC എന്ന് പഴയ സീസ് ഫയർ ലൈൻ ഇപ്പോൾ LOC എന്ന് പറയുന്നതിന് ഇൻ്റർനാഷണൽ ബോർഡർ ആക്കണം എന്നുള്ളതായിരുന്നു. അതായിരുന്നു അതിൻ്റെ എസെൻസ്. അത് സമ്മതിച്ചുകൊണ്ടാണ് ഭുട്ടോ ആ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. പക്ഷേ ആ സമയത്ത് എഗ്രി ചെയ്തത് ഈ സീസ് ഫയർ ലൈൻ മാറ്റി അത് ഇതായപ്പോൾ LOC ആക്കിയപ്പോൾ ചില പുതിയ വ്യത്യാസങ്ങൾ അതിൽ വന്നു. കാരണം സീസ് ഫയർ ലൈൻ യുദ്ധം നിർത്തിയിടത്ത് അവിടെ വെച്ചങ്ങ് അവസാനിച്ചാണല്ലോ. അതങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബോർഡർ ആക്കണമെങ്കിൽ ചില ഫീച്ചേഴ്സ് വേണം. മൗണ്ടൻ എവിടെയാണ്, റിവർ എവിടെയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം അത് ഫൈനലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അത് അവർ മാപ്പിൽ ചെയ്തു.
മാപ്പിൽ ഇതെല്ലാം മാർക്ക് ചെയ്ത് രണ്ട് കൂട്ടരും എഗ്രി ചെയ്ത് അവരുടെ മിലിറ്ററി ഓഫീസർ സൈൻ ചെയ്തതാണ്. അപ്പോൾ ഇത് വന്നാൽ ഇൻ്റർനാഷണൽ ബോർഡറാകും, അതോടെ ഇന്ത്യയും പാകിസ്ഥാനുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നായിരുന്നു. പക്ഷേ ഭുട്ടോ തിരിച്ചു പോയിട്ട് അദ്ദേഹത്തെ ഹാങ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് ഇതിനെ നിരാകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സിംല അഗ്രിമെൻ്റ് എന്നൊരു കാര്യം യഥാർത്ഥത്തിലില്ല. പക്ഷേ നമ്മൾ ഇൻഡസ് ട്രീറ്റ് ചെയ്തുകൊണ്ട് അവർ ഈ സിംല എന്ന് പറയുന്ന ഒരു ഡെഡ് ട്രീറ്റിയെ പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ അവർക്ക് തന്നെയാണ് നഷ്ടം. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഈ ബോർഡർ തന്നെ നമ്മൾ എഗ്രി ചെയ്യുമല്ലോ. പക്ഷെ അതുകൊണ്ട് അവർക്ക് അതല്ല ഉദ്ദേശം, ഒരു കൗണ്ടർ ഇതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അറ്റ് ദ മൊമെൻറ്റ് എന്താണ് ഷാഡോ പ്ലേ ആണ് നടക്കുന്നത്. എന്തായിരിക്കും ഫൈനൽ ഓപ്ഷൻസ് ഈ രാജ്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും തീർച്ചയില്ല. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഇമാജിനേഷൻ വെച്ച് ഞങ്ങൾ ഇത് ചെയ്യും അത് ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ഒരു കൃത്യമായ ഒരു തീരുമാനം രണ്ടു വശത്തു നിന്ന് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാനെ ഒരു പാഠം ആവുകയില്ല എന്നൊരു ചിന്ത നമുക്കുമുണ്ട്. അപ്പോൾ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു സൈനികമായ ഒരു നടപടിയായിരിക്കണം ആവശ്യം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഏത് തരത്തിൽ വേണം, എപ്പോൾ വേണം എന്നുള്ളതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഈ ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഒരു ഇനിഷ്യൽ ഡിസ്കഷൻ എന്നുള്ളതേ ഉള്ളൂ. ഇത് രണ്ടുമുണ്ട്. അപ്പോൾ ഈ ട്രീറ്റ് രണ്ടുകൊണ്ടും വലിയ മാറ്റം വരാൻ പോകുന്നില്ല. ഇൻഡസ് ട്രീറ്റിയിൽ വെള്ളത്തിൻ്റെ കാര്യം പരിഹരിക്കാമായിരിക്കും, പക്ഷേ അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്താണ് നമ്മൾക്ക് ഒരിക്കലും അറിയില്ല. അതുപോലെ വേൾഡ് ബാങ്ക് ഇൻവോൾവാണ്. അപ്പോൾ അതങ്ങനെ പോകുന്നു. സിംല അഗ്രിമെൻ്റ് അവരൊരിക്കലും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അത് എന്തെങ്കിലും മാറ്റം നമുക്ക് വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഒരു തുടക്കമാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ലോക സമ്മതി, അതുപോലെ ലോകക്രമങ്ങൾ മാറുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഒരുപക്ഷെ വളരെ സുപ്പീരിയർ ആയിരിക്കും എന്നുള്ള ഭയം, ഇതൊക്കെ കൊണ്ടായിരിക്കണം ഇവർ തുടങ്ങി വെച്ചത്. പക്ഷേ എങ്ങോട്ട് പോകും എന്നുള്ളതിന് യാതൊരു തീർച്ചയുമില്ല.